ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ വലിയവനാകുന്ന കർത്താവ് കൃപ ചെയ്തു തോർത്ത് വാഴ്ത്തുന്നു. അനേക ജീവിതങ്ങൾക്ക് ലഭിക്കാത്ത നല്ല സാവകാശം കർത്താവ് നമുക്ക് തന്റെ ഭക്തന്മാർക്ക് ഒരുക്കി. അനേക ദൈവത്തിന്റെ ദാസന്മാർ രാത്രിയുടെ യാമത്തിൽ ദൈവവചനം കേൾക്കുകയും ദൈവവചനം ഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സ്ഥാനത്ത് കർത്താവ് തന്റെ ഭക്തരാകുന്ന നമ്മെ പരിപാലിച്ചുകൊണ്ട് തന്റെ ശക്തിയാൽ നിറയ്ക്കുകയും മറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ദൈവവചനം ധാരാളമായി ശ്രമിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യുന്നല്ലോ. ഈ സമയം എന്നെ ശ്രദ്ധിക്കുന്ന ഏതെല്ലാം ദൈവത്തിന്റെ ഭക്തന്മാരുണ്ടോ അവരെല്ലാം ഓർത്ത് ക്രിസ്തുവേശുവിൽ വന്ദനം പറയുന്നു. ഈ രാത്രിയിൽ ഇങ്ങനെ ചിന്തിക്കാതെ തിരഞ്ഞെടുക്കാനിടയായി തീർന്ന ഒരു ദൈവവചനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യമാണ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കുന്ന പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ നല്ല രാത്രികാലം ഒരുക്കി തന്ന പ്രിയന മഹത്വം അല്പസമയം തിരുവചനവുമായി തിരുസന്നിധിയിൽ ഇരിക്കുവാൻ അരുമരക്ഷകൻ നൽകിയ വിലയേറിയ സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഇത് വീണ്ടും പ്രാഗൽഭ്യത്തോടെ ഇതിൽ നിന്ന് ചിന്തിപ്പാൻ ഇളയവനെ ഒരുക്കണം. അനേക ദൈവത്തിന്റെ ഭക്തന്മാർ ചിന്തിച്ച് കടന്നുപോയിട്ടുള്ള വേദഭാഗത്തിലൂടെയാണ് ഇളയവന് കടന്നു വരുന്നത്. എന്നാൽ ഈ രാത്രിക്കാലം വീണ്ടും സംസാരിപ്പാൻ വേണ്ടതായ പ്രാഗൽഭ്യത്തെ തരണം. കൃപ പകർന്ന് ബലം നൽകി ജയം നൽകി ശക്തി കൊണ്ട് നിറച്ച് ഞങ്ങളെ അനുഗ്രഹമാക്കി വഴി നടത്തുവാൻ പ്രാർത്ഥിക്കും. കേൾക്കുന്ന സകലരെ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും നിലകളിൽ ഭാരമോ ക്ലേശമോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും ഇതിന്റെ നടുവിൽ നിന്ന് വിടുവിച്ച് കാത്ത ബലത്തോടെ നിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ വഹിക്കണം, കൂടിരിക്കണം, കാവലായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ തന്നെ പേരെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ടത്തിലുള്ള പിതാവേ, ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വിശുദ്ധ ലൂക്കോസിനാൽ രചിക്കപ്പെട്ടതാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് തന്നെ. ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ശിഷ്യനല്ലായിരുന്നു താൻ. യേശുവിനോടൊപ്പം നടന്നിട്ടില്ല, യേശുവിന്റെ ശുശ്രൂഷകളിലൊന്നും പങ്കുചേർന്നിട്ടില്ലെങ്കിലും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിനോട് ചേർന്ന് ജീവിപ്പാൻ താനൊരു വൈദ്യനായിരുന്നു. അതുകൊണ്ട് പൗലോസിന്റെ ജീവിതത്തിൽ പലപ്പോഴും ആമേൻ തന്റെ ശാരീരികമായ ക്ലേശങ്ങളും ഭാരങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ ലൂക്കോസിന്റെ സാന്നിധ്യം താൻ അനുഭവിച്ചു, ശുശ്രൂഷകൾ അനുഭവിച്ചു. അതൊക്കെ തന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറി. ലൂക്കോസിൽ നിന്ന് കേട്ടതും കണ്ടതും അറിഞ്ഞതും അത് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസിൽ നിന്ന് കേട്ടതും കണ്ടതും അറിഞ്ഞുകൊണ്ട് ആമേൻ യേശുവിനെ അംഗീകരിച്ച് യേശുവിന്റെ ശിഷ്യനായി തീരുവാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ ലൂക്കോസിനിടയായി തീർന്നു. ആ ലൂക്കോസ് തന്റെ ലേഖനം ഇങ്ങനെ ഈ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതി കഴിഞ്ഞപ്പോൾ അത് തിയോഫിലോസെ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിരിക്കുന്ന ആമേൻ കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചതും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരിക്കുന്നുവല്ലോ എന്ന്
1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണും. ദൈവത്തിന് സ്തോത്രം. ആ തെയോഫിലോസിനെ വിളിച്ചാണ് പറഞ്ഞത്, തനിക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. യേശു തിരഞ്ഞെടുത്ത സകല അപ്പോസ്തലന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തത് ഉപദേശിച്ചതും തുടങ്ങിയത് സകലത്തെയും കുറിച്ചായിരുന്നു തനിക്ക് പറയുവാനുണ്ടായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ താനത് രേഖപ്പെടുത്താൻ ഇടയായി തീർന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെല്ലാം നമുക്കവിടെ കാണുവാൻ ഇടയായി തീരുന്നുണ്ട്. ഇവിടെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോഴുണ്ടായ സംഭവത്തെയാണ് താൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആ നാൾ വരെ അവരാരും വിട്ടുപിരിയാതെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ, അഥവാ മർക്കോസിന്റെ മാളിക മുറിയിൽ യേശുവിന്റെ ശിഷ്യന്മാർ മാത്രമല്ല, ഏകദേശം 120 പേരടങ്ങുന്ന ഒരു സംഘം, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു സംഘം, അവരൊന്നിച്ചു കൂടിയിരുന്ന് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ കാലഘട്ടം മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിലും ആരെല്ലാം ആ മെസ്സിനു സംഗീതം കാണുന്നു, ഒപ്പമായിട്ട് ഞങ്ങളുടെ കൊച്ചുമോള് സാനിയക്കുട്ടിയും കണ്ടുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് പലപ്പോഴും മോടെ പേര് പറയുന്നില്ലെന്ന് പരാതി ഉണ്ടെന്ന് ആമേ സാനിയ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരിങ്ങനെ ഇന്നും അനേക ജീവിതങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൂട്ടം കൂടി ചേർന്നിരുന്ന് അവർ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു മനസ്സോടെ ഐക്യതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഏതെല്ലാം ദൈവമക്കളുണ്ടോ അവരോടെല്ലാം ചേർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയും അവരെല്ലാം അനുഗ്രഹിക്കുകയും നിറയ്ക്കുകയും ദൈവശക്തി കൊണ്ട് പരിപാലിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. അത് ഏത് സ്ഥലത്തോ ഏത് കാലത്തിലോ ആയിരുന്നാലും അങ്ങനെ ഒരു മനസ്സോടിരിക്കുന്നവരുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്ത് നാൾ അതുവരെ ആമേൻ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ 10 നാളോളം ആ പെന്തക്കോസ്ത് നാൾ വരെ കാത്തിരിപ്പാൻ യേശു പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുമ്പോഴും നിങ്ങൾ ഈ പട്ടണം വിട്ട് ഗ്രാമം പോകരുത് എന്ന് ഉള്ള ആലോചന അവരേറ്റെടുത്തു. ദൈവത്തിന്റെ വചനത്തെ കേട്ട് അത് ഏറ്റെടുക്കാൻ ഏതൊരു വ്യക്തിയും മനസ്സോടെ കടന്നു വന്നിരുന്നാലും അവർക്ക് വേണ്ടി ദൈവം തന്റെ ശക്തി അയക്കുകയും അവരോട് ഹൃദ്യമായി ഇടപെടുകയും ചെയ്യും എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആമേൻ. ഇവിടെ അങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്നതായ 120 പേരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പെട്ടെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തികളല്ല അങ്ങനെ പെട്ടെന്നാ. ആമേൻ. ആരും നനയ്ക്കാത്ത നാഴികയിലായിരിക്കും, അല്ലെങ്കിൽ അവർ മുന്നറിയിപ്പ് ഇപ്പൊ പ്രവർത്തിക്കും എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്നവർ കാത്തിരിക്കുക ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം അത് അയക്കും. ഇവിടെ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായെന്നാ പറഞ്ഞത്. ദൈവത്തിന്റെ പ്രവൃത്തി എവിടെല്ലാം വെളിപ്പെട്ട് വന്നിട്ടുണ്ടോ അവിടെല്ലാം വലിയ മുഴക്കമുണ്ടായതായി നമുക്ക് കാണാം. ആമേൻ. അവരെല്ലാം ആശ്ചര്യപ്പെടത്തക്ക വിധത്തിൽ അവരുടെ ജീവിതത്തിൽ കൂടിയിരുന്നവരുടെ മേൽ ആമേൻ ഹല്ലേലൂയ ആ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ കാറ്റടിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ ആകാശത്തൊരു മുഴക്കം ഉണ്ടാകുക മാത്രമല്ല, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചതായി കാണുവാൻ ഇടയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാഗം കൊണ്ട് അത് ആ ശബ്ദം വന്ന് അല്ലെങ്കിൽ മുഴക്കം കേട്ട് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ആ വീട് ഇരുന്ന സ്ഥലം മുഴുവനും അത് നിറഞ്ഞ് ആ ഇരുന്ന ജനം മുഴുവനും ആ മുഴക്കത്തിന്റെ നടുവിലിരുന്നു. അവർ അത്ഭുതത്തോടെ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു നമുക്ക് കാണും. അങ്ങനെ ഇരിക്കുന്നവരുടെ നടുവിലേക്ക് അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ പേരും പതിഞ്ഞു. ആരെയും മാറ്റി നിർത്തിയില്ല. അവിടെ സ്ത്രീ ആയിരുന്നാലും
പുരുഷനായിരുന്നാലും ഒരു മനസ്സോടും ഐക്യതയോടും വിശ്വാസത്തോടും യേശുവിനെ അംഗീകരിച്ച് യേശുവിന്റെ വാക്ക് കേട്ട് അനുസരിച്ചവർ അവിടെ കാത്തിരുന്ന എല്ലാവരുടെ മേലും അത് പതിഞ്ഞു. അത് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയവർ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി തീരുക മാത്രമല്ല ചെയ്തത്, അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അവർ സംസാരിച്ചു. എല്ലാവർക്കും ഒരു ഭാഷ കൊടുത്തെന്നല്ല, എല്ലാവരും ഒരു ഭാഷ സംസാരിച്ചെന്നല്ല, പല ഭാഷകളാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 120 പേരാണ് കൂടിയിരിക്കുന്നത് ഏകദേശം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതിലധികം പേര് കാണാം, ഇവിടെ അങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശം 120 പേരോളം കൂടിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായത്. അവരിരുന്ന സ്ഥലം മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലയ്ക്കൊത്ത നാവുകൾ പോലെ ആമേൻ ഒരു അനുഭവം അവരുടെ മുന്നിലുണ്ടായി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്ന് പറഞ്ഞത് അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർക്ക് ഉച്ചരിപ്പാൻ ലഭിച്ചതുപോലെ അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അന്ന് ആകാശത്തിന് കീഴിലുള്ള പല നാടുകളിൽ നിന്ന് കടന്നു വന്ന ഭക്തന്മാരായിരുന്ന അനേക ജീവിതങ്ങൾ യെരൂശലേമിൽ ഉണ്ടായിരുന്നവര് ആ ദൈവാലയത്തിലെ ആരാധനയ്ക്ക് അഥവാ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരുന്നവരാ. അവരെല്ലാം തന്നെ ഓടി ഇതെന്താ സംഭവിച്ചെന്നറിയുവാൻ തക്കവണ്ണം ആമേൻ ഈ ഭക്തന്മാർ പ്രാർത്ഥിക്കുന്ന ഇടത്തേക്ക് ഓടി വന്നു കഴിഞ്ഞപ്പോൾ കടന്നു വന്നവരുടെ ആ മുഴക്കമുണ്ടായപ്പോൾ ആ പുരുഷരും വന്നുകൂടി ഓരോരുത്തന്റെ ആമേൻ ഹല്ലേലൂയ തന്റെ വന്നു കൂടിയ ഓരോരുത്തന്റെ ആമേൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയനോ, ഹല്ലേലൂയ. ഏതെല്ലാം ഭാഷക്കാരവിടെ വന്നിട്ടുണ്ടോ, വന്നിരിക്കുന്ന ഭാഷക്കാരുടെ ഓരോരുത്തരുടെയും ഭാഷകളിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഈ കഴിവില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ആമേൻ ഹല്ലേലൂയ മുക്കുവരായിരിക്കുന്ന ഈ ഭക്തന്മാർ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ട് അവരെല്ലാം ആശ്ചര്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൂടി വന്ന ഓരോരുത്തരുടെ താന്താന്റെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ട് അവർ അമ്പരന്ന് പോയെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. സംസാരിക്കുന്ന എല്ലാം ഗലീലാക്കാരല്ലയോ എന്ന് പറഞ്ഞാൽ ആ ഗലീലാക്കാർക്ക് വലിയ സമ്പത്തോ വിദ്യാഭ്യാസമോ വലിയ ജ്ഞാനമോ അങ്ങനെ ഒന്നുമില്ലാത്തവർ ആയതുകൊണ്ടാണ് അങ്ങനെ അവിടെ എടുത്തു പറയാനിടയായി തീർന്നത്. ദൈവത്തിന്റെ ദാസൻ ഹല്ലേലൂയ ആമേൻ MJ സണ്ണി അവരുകള് കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇന്നും ദൈവത്തിന്റെ സന്നിധിയിൽ വിനയത്തോടും ഭക്തിയോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അത് ഏത് ഭാഷക്കാരനായിക്കൊള്ളട്ടെ, അവരവരുടെ ഭാഷകളിൽ കേൾക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടും. ദൈവത്തിന് സ്തോത്രം. അത് ചിലപ്പോൾ അത് പ്രവചനാത്മാവിലായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. ഞാനിങ്ങനെ ഒരു അമ്മച്ചിയുടെ കാര്യം ഇങ്ങനെ പറയാം. ഒരു പ്രവാചക അമ്മച്ചി, മലയാളം പോലും ശരിക്കും വായിക്കാൻ അറിയാഞ്ഞ അമ്മച്ചി, പ്രൈസ് ദി ലോർഡ്, ഹിന്ദിക്കാരുടെ നടുവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ താൻ ഇംഗ്ലീഷിൽ അന്യഭാഷകളിൽ സംസാരിച്ചിട്ട് അത് ഹിന്ദിയിൽ ട്രാൻസ്ലേഷൻ കൊടുക്കുക ഹിന്ദിക്കാർക്ക്. അവന്റെ കൊണ്ടോ ദൈവത്തിന്റെ സ്തോത്രം. ആ ഹിന്ദിക്കാരനോട് അമ്മച്ചി ആലോചന പറഞ്ഞ് പറയുന്ന ഭാഷ സരി ഇംഗ്ലീഷാണ്. ഒരു അമേരിക്കക്കാരൻ ഏത് ഭാഷയിൽ രീതിയിൽ സംസാരിക്കുന്നുവോ ആ പ്രൊനൗൺസിയേഷൻ എല്ലാം അതേ രൂപത്തിൽ വരും. നമുക്ക് തോന്നും ഇത് വലിയ വിദ്യാഭ്യാസ സമ്പന്നയാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ പാർത്തിരുന്നവരാണെന്നൊക്കെ തോന്നിപ്പോകും. അതിനുശേഷം താന് അത് വ്യാഖ്യാനിക്കുന്നത് ഹല്ലേലൂയ ഹിന്ദിക്കാരനാണ്. ഹിന്ദിക്കാരനോട് അവിടെ ഏത് ഭാഷക്കാരനായിരിക്കുന്ന അവനോട് ആ നിലകളിൽ ആലോചന പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആ പ്രവൃത്തി ആശ്ചര്യമായി അവിടെ അനുഭവിച്ചറിയാൻ ഇടയായി തീർന്നു എന്നുള്ളതാ. ദൈവത്തിന്റെ സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളുടെ ആഗ്രഹത്തിനൊത്തവണ്ണം അവർക്ക് കൊടുക്കേണ്ട ആലോചന ആ സമയത്ത് കൊടുക്കുവാൻ ദൈവം തന്റെ ദാസിയെ ബലപ്പെടുത്തി എന്നുള്ളത് ഏറ്റവും അതിശയകരമായ ഒരു കാര്യമാണ്. ഇവിടെ വന്നുകൂടിയ സകലരോടും കാര്യം വെളിപ്പെടുത്തി. അവര് വിചാരിച്ച് ഇവര് ലഹരി പിടിച്ചിരിക്കുക. അല്ല, പത്രോസ് അന്ന് വരെ പ്രസംഗിക്കാത്ത പത്രോസ്
പത്രോസിന്റെ ജീവിതത്തെ നമുക്കറിയാം. യേശുവെ നീ മരിച്ചാൽ ഞാനും മരിക്കുമെന്നൊക്കെ പറഞ്ഞ് കടന്നുപോയ പത്രോസ് അവസാനം യേശുവിനെ അറിയത്തില്ലെന്ന് പോലും പറഞ്ഞ് ഓടി മാറിപ്പോയ സമയങ്ങളുണ്ട്. ആമേൻ. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു വേദനിപ്പിക്കുന്ന അനുഭവം, പത്രോസെ കോഴി മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയും മുമ്പ് കോഴി കൂകും എന്നാ പറഞ്ഞത്. കോഴി കൂകും മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർക്കത്തക്ക വിധത്തിൽ കോഴി കൂകുമ്പോൾ പത്രോസ് തള്ളിപ്പറഞ്ഞ് കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് യേശു പത്രോസിനെ നോക്കി. അവന്റെ ജീവിതത്തിൽ ഒരു വലിയ വേദന ഉണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം! എത്ര ആശ്ചര്യകരമായ അനുഭവമാണ് ഈ പത്രോസ്. പ്രസംഗിക്കാൻ കഴിവില്ലാത്ത പത്രോസ് അന്ന് പ്രസംഗിക്കാൻ ഇടയായി തീർന്നു. അന്ന് 3000 പേരോളം മാനസാന്തരപ്പെട്ടു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദം അവർക്ക് ഉള്ളിൽ കേൾക്കുവാനിടയായി. അതിനുശേഷം ഒരു ഭൂകമ്പം ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി എവിടെല്ലാം വെളിപ്പെടുന്നുണ്ടോ അവിടെല്ലാം ഇതേപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 24-25 വാക്യങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവിടെ പൗലോസ് ബന്ധിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസും ശീലാസും ദൈവത്തിന്റെ സ്തോത്രം അവരുടെ ജീവിതത്തിൽ അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഹല്ലേലൂയ ചങ്ങലകളാൽ ബന്ധിച്ച് കാവൽക്കാരാൽ വളരെ ശ്രദ്ധയോടെ കാക്കത്തക്ക വിധത്തിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക ചെയ്തിരിക്കുക. നമുക്ക് അതിന്റെ ചരിത്രമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. എങ്കിലും ഹല്ലേലൂയ അർദ്ധരാത്രി കഴിഞ്ഞ് പൗലോസും ശീലാസും അവർ പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവര് പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരാരാധിക്കാൻ തുടങ്ങി. ആരാധിക്കുവാൻ ഏതെല്ലാം ജീവിതങ്ങൾ എന്ന് താല്പര്യത്തോടെ കടന്നു വരുന്നുവോ അവർക്കെല്ലാം വലിയ മറുപടി കർത്താവ് കൊടുക്കാൻ ഞാൻ ഇന്ന് IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം കടന്നുപോയി പകല്. ദൈവത്തിന് സ്തോത്രം. യാതൊരു വിധത്തിലും ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരാരോടും അങ്ങനെ സംസാരിക്കാറില്ല. അവർക്ക് കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥാനത്ത് അവനോട് ചേർന്നിരുന്ന് അവന്റെ മാതാവും പിതാവും എല്ലാം ഉണ്ട്, അവരുമൊക്കെ ആയിട്ട് ചേർന്നിരുന്ന് ഉപസിച്ച് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. അവൻ മൗനമായിരിക്കുന്ന അനുഭവമാണ്. അധികം ആരോടും സംസാരിക്കാറില്ല. ഈ മേഖലകളിൽ അങ്ങനെയാണ്. രാത്രി 2 മണി വരെയൊക്കെ അങ്ങനെ ഇരുന്ന് വേല ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നവര് ഈ കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരേണ്ടത് ദൈവത്തിന്റെ ആവശ്യമായിരുന്നു. ഇന്ന് പകല് സ്വർഗത്തിലെ ദൈവം ഒരു മാറ്റം അവന് വരുത്തിയെന്നുള്ളതാണ് ഹല്ലേലൂയ ആശ്ചര്യകരമായ ഒരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. എന്ന് ഏതൊരു ജീവിതത്തെയും മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. അവിടെ ആരാധന വെളിപ്പെട്ടു. ദൈവവചന ശക്തിയോടെ ഘോഷിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ സ്വയമായി സമർപ്പിക്കാനിടയായി. അവൻ പ്രാർത്ഥിക്കാൻ ഇടവന്നു. അത് മാത്രമല്ല, ഒരു തീരുമാനവും കൂടി ചെയ്തു. ഞാൻ അടുത്ത ജോലിയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ഓരോ മാസം എൻ്റെ സാലറി കിട്ടുമ്പോൾ ആ സാലറിയിൽ ദശാംശമായിട്ട് വരുന്നത് അത് സഭയ്ക്കുള്ളിൽ അവന്റെ മാതാവും പിതാവും കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു വീതം അവൻ സാധുക്കളാകുന്നവരെ കണ്ടുപിടിച്ച് അവരെ സഹായിക്കാൻ വേണ്ടി താൻ അങ്ങനെ ഒരു തീരുമാനം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ വേദനിക്കുന്ന അനേക ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കർത്താവ് വിടുതൽ കൊടുക്കും. ഇവിടെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ കൽപ്പന ലഭിച്ചിട്ട് അവരെ അകത്തെ തടവിലാക്കി അവര് കാലാമത്തിൽ ഇട്ട് പൂട്ടിയിരിക്കുന്ന സന്ദർഭത്തിൽ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും അവര് പ്രാർത്ഥിച്ചു എന്ന് കാണാം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. കാലിന് സ്വാതന്ത്ര്യമില്ല, കൈക്ക് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ഇനി മൗനമായിട്ട് നേരം വെളുക്കുന്നവരും വരെ എങ്ങനെയെങ്കിലും കഴിയാമെന്നല്ല അവർ തീരുമാനിച്ചത്. നമുക്കറിയാം, പത്രോസിനെ പിടിച്ച കാലഘട്ടത്തിൽ പത്രോസിനെ പിടിച്ചു കൊണ്ടുപോയി യാക്കോബിനെ കൊണ്ടുപോയി യാക്കോബിനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് പത്രോസിന്റെ സമയം കാത്തു കിടക്കുക. അടുത്ത ദിവസം അവനെ കൊല്ലാൻ കിടക്കുമ്പോൾ പത്രോസ് അവിടെ ഗാഠനിദ്രയിലായിരിക്കുന്നു എന്നാണ് 12-ാം അധ്യായത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. ദൂതൻ അവിടെ തട്ടിയെഴുന്നേൽപ്പിക്കുക പത്രോസിനോട് ചെയ്തത്. ഇവിടെ ഇവർ രണ്ടുപേരും പ്രൈസ് ദി ലോർഡ് സ്തോത്രം പ്രാർത്ഥിക്കാൻ താല്പര്യത്തോടെ എഴുന്നേറ്റു ഉണർന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. തടവറകളിൽ അങ്ങനൊന്നുമില്ല. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പ്രാർത്ഥനാ ശബ്ദം കേട്ടു. തുടർന്ന്
ആരാധനയുടെ ഒരു മുഴക്കം അവിടെ ഉണ്ടാകാനിടയായി തീർന്നു. അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി അല്ലെങ്കിൽ സ്തുതിച്ചു എന്ന് നമുക്ക് കാണാം. ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്നവരെ, നാം പാടുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകുന്ന ആ സന്തോഷത്തെക്കാൾ അപ്പുറമായിട്ട് ദൈവം അതിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു വലിയ അനുഗ്രഹത്തിന്റെ സന്തോഷത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകും. ഇവിടെ ഒരു പാടി സ്തുതിച്ചപ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അത് മാത്രമല്ല ഉണ്ടായത്, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. ആ ശബ്ദം, ആ കുലുക്കം നിമിത്തം ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടിരുന്ന എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണുപോയെന്നാ പറഞ്ഞത്. അവിടെ കയ്യിൽ ഇട്ടിരിക്കുന്ന വളയം അഴിഞ്ഞെന്നല്ല പറഞ്ഞത്, കാലെ കെട്ടിയ വളയം അഴിഞ്ഞെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ചങ്ങലകൾ അഴിഞ്ഞുപോയെന്ന് പറയുമ്പം ഓരോ കണ്ണിയും അതിന്റെ ബന്ധം വിട്ട് അത് അഴിഞ്ഞു പോയതായിട്ടാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ഏത് നിലകളിലുള്ള ബന്ധിക്കപ്പെട്ട അനുഭവമായിരുന്നാലും കർത്താവ് അത് പൂർണ്ണമായിട്ടാണ് മാറ്റി കൊടുക്കുന്നത്. ഇവിടെ പിന്നീട് ഒരുത്തനും ആ ചങ്ങലയെടുത്ത് ബന്ധിക്കാൻ ഇടവരരുത് എന്ന് കണ്ടുകൊണ്ടാണ് ആ നിലകളിൽ അത് ചിഹ്ന ഭിന്നമാക്കി തീർത്തു കളഞ്ഞത്. അല്ലെങ്കിൽ ഓരോ കണ്ണിയും അത് അടർത്തി മാറ്റി സ്വതന്ത്രമാക്കിയത്. കാരാഗ്രഹ പ്രമാണി ഉണർന്നു നോക്കിയപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കാണുമെന്ന് ഊഹിച്ചുകൊണ്ട് തങ്ങളെ തന്നെ കൊല്ലാൻ ഭാവിച്ചെന്നാ പറഞ്ഞത്. ഖാലിന് ഇന്നത്തെ തടവുകാരാണെങ്കിൽ തടവ് ചാടി രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കും. പക്ഷെ ഇവരെ സ്വതന്ത്രരായിട്ടും അവർ വിട്ടുപോയില്ല. അവരാ കാരാഗ്രഹത്തിൽ തന്നെ കഴിഞ്ഞെന്നാ പറഞ്ഞത്. ദൈവത്തിന്റെ സ്തോത്രം. അകത്ത് നിന്നതാ ഒരു ശബ്ദം. അവര് കേട്ടില്ലെങ്കിലും അവര് കണ്ടില്ലെങ്കിലും അകത്ത് കിടക്കുന്നവർ കണ്ടു. പൗലോസും ശീലാസും വിളിച്ചു പറഞ്ഞു, യജമാനന്മാരെ, ഞങ്ങൾ ആരും ഓടിപ്പോയില്ല, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, നിനക്കൊരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ അതിൽ നിന്ന് അവരുടെ ആത്മഹത്യയിൽ നിന്ന് അവരെ വിടുവിച്ചതായി കാണുവാനിടയായി തീരും. അതുകൊണ്ട് അവർ കുടുംബമായി മാനസാന്തരപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവവചനം കേൾക്കുന്നവരെ, ഏതെല്ലാം നിലകളിലുള്ള ബുദ്ധിമുട്ടുകളോ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളോ രോഗങ്ങളോ അതിന്റെ പോരാട്ടങ്ങളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ആയിരുന്നാലും അതിലെല്ലാം ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ കരുത്തനായ ഒരു കർത്താവിനെ നാം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സുവിശേഷ വിരോധികളെല്ലാം ബൈബിള് വേണ്ട, ബൈബിള് കത്തിക്കുന്നു, ലഘുലേഖ കത്തിക്കുന്നു, ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നു എന്ന് വേണ്ട എന്തെല്ലാം ചെയ്താലും ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം ഒരുവന്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയും. 10,000 കോടിക്കണക്കിന് ദൈവദാസന്മാരെ ദൈവമക്കളെ കൊന്നുകളഞ്ഞിരുന്നാലും അതിന്റെ നടുവിൽ നിന്ന് ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ മതി. ആ ദേശം മുഴുവൻ, ലോകം മുഴുവനും സുവിശേഷം അറിയിക്കുവാൻ അവനെ കൊണ്ട് സാധിക്കും. അവനിലൂടെ ഒരു വലിയ പ്രകാശത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നടത്തുമെന്നാ പറഞ്ഞത്. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. ഇവിടെ തങ്ങൾ വിടുവിക്കപ്പെടാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവരെ, ഈ ഏകനായിട്ടിരുന്നാലും സമൂഹമായിട്ടിരുന്നാലും നീ വിശ്വസിച്ചുകൊണ്ട് ഏകാഗ്രമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ നിന്റെ ഉള്ളിൽ നീ ഇരിക്കുന്നിടത്തും അതേ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുവാനിടയാകുമെന്നാ പറഞ്ഞത്. അതൊരു വലിയ മുഴക്കം പലർക്കും കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും വിശ്വസിക്കുന്ന നിന്റെ ഉള്ളിൽ ആ മുഴക്കം ഉണ്ടാകും. നിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മുഴക്കം നീ ഇരിക്കുന്ന ഇടം മുഴുവനും നിറയും. അത് മാത്രമല്ല, ദൈവത്തിന് അവിടെ നിളക്കണമെന്ന് താല്പര്യമുണ്ടായാൽ അവിടെ ഒരു ഭൂകമ്പത്തിന് സമാനമായ ഒരു അനുഭവം ഉണ്ടാക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവം അങ്ങനെ തന്നെ ചെയ്യും. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം നോക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലും അതിന്റെ 37-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അസ്ഥികളുടെ ഇടയിലൂടെ താഴ്വരകളിലൂടെ കടന്നു പോകുന്ന പ്രവാചകൻ താൻ അസ്ഥികൾക്ക് നടുവിൽ കൂടെ കടന്നു ചെന്ന് യഹോവേ, ഇത് ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നീ അറിയുന്നു യഹോവേ എന്ന് പറഞ്ഞ് യഹോവയെ ഭരമേൽപ്പിച്ചിരിക്കുക. താൻ സ്വയമായിട്ടൊന്നും ചെയ്തില്ല കേട്ടോ.
തനിക്ക് കിട്ടിയ ആലോചനയ്ക്ക് മറുപടി യഹോവേ നീ സകലതും അറിയുന്നു. യഹോവയ്ക്ക് അറിയാത്ത കാര്യമില്ല. പ്രവാചകനെ വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ പ്രവാചകനെ ആലോചന പറഞ്ഞു. പ്രവാചകനെ അസ്ഥിക്കൂമ്പാരങ്ങൾക്കിടയിലൂടെ നടത്തിയത് അവിടെ നടത്തി അതിനിടയിലൂടെയാ, ചവിട്ടി മരിക്കാൻ പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്കറിയാം, പലരും ഇങ്ങനെ ആലോചന പറഞ്ഞു വരുന്നവര് തറയിലിരിക്കുന്നവരാണ്, അവരെയൊക്കെ തട്ടി മറിച്ചിട്ടൊക്കെ കടന്നു പോകുന്ന കാണാം. ഇതങ്ങനൊന്നുമില്ല കേട്ടോ. ഉണങ്ങിയ അസ്ഥികളാ, ചിതറിക്കിടക്കുന്ന അസ്ഥികളാന്നു. അത് ചിറങ്ങിക്കിടക്കുകയല്ലേ, അത് ചവിട്ടിയേക്കാം. അങ്ങനെ ചെയ്തില്ല. ആലോചന ദൈവത്തിന്റെ ഇതാ. ദൈവത്തിന്റെ ഭക്തനായ ദാസാനെ യഹൂസ്കേല് ദൈവത്തിന്റെ ആലോചന കേട്ട ഇറങ്ങിച്ചെന്നത്. അതുകൊണ്ട് താൻ ഇതൊന്നും തട്ടി മാറ്റി കളയാതെ അതിനിടയിൽ കൂടെ നടന്നു എന്ന് നമുക്ക് കാണാം. ചുറ്റി നടന്നെന്നാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. താൻ അവിടെ ചുറ്റി നടക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധാത്മ ശക്തി അവിടെ വ്യാപരിച്ചു കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, നീ അവയോട് പ്രവചിക്കാനാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, അവൻ അസ്ഥികളോട് പ്രവചിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ യഹൂസ്കേലിനോട് പറഞ്ഞത്, നീ അങ്ങനെ പ്രവചിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന് സ്തോത്രം, അസ്ഥികൾ അതിൻ്റെ ആ സ്ഥാനത്തേക്ക് വരും. അത് മാത്രമല്ല, അതിനുശേഷമായിട്ട് അതിന് ഞരമ്പ് വെക്കും, അതിന് ത്വക്ക് പിടിപ്പിക്കും, അതിന് മാംസം പിടിപ്പിക്കും. താനിങ്ങനെ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതെല്ലാം സംഭവിച്ചെങ്കിലും അത് നിർജീവമായ ശരീരമായി കിടക്കുന്നതേ കാണുവാൻ തക്കവണ്ണം സാധിച്ചുള്ളൂ. തനിക്ക് ആശ്ചര്യപ്പെട്ടു. അസ്ഥികഷ്ണങ്ങളെല്ലാം ഇങ്ങനെ മാംസം പിടിച്ച് ഹാലേലൂയ ത്വക്ക് പൊതിഞ്ഞ് ഞരമ്പുള്ളതായി എല്ലാം കിടക്കുന്നെങ്കിലും അത് ചലിക്കുവാൻ കഴിയാത്ത രൂപത്തിൽ കിടക്കുമ്പോൾ തനിക്ക് ലഭിച്ച ആലോചനയാ പറഞ്ഞത്. ഒരു വലിയ മുഴക്കമുണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ അസ്ഥികളെല്ലാം വന്നു ചേർന്നു. ഇന്ന് പലയിടത്തും ഇതുപോലെ ആത്മാവിന്റെ വലിയ പ്രകമ്പനം ഉണ്ടാകുമ്പോൾ ദേശം ഉണർന്ന് ആത്മാക്കൾ ആലയത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പരിസരത്തേക്ക് ഓടി അടുക്കുന്നത് കാണുവാനിടയാകും. അവരിലെല്ലാം നിർജീവമായിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ ചൈതന്യം വരുത്തുന്ന ദൈവപരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ അവിടെ ഉണ്ടാകുമെന്നാ പറഞ്ഞത്. ഇവിടെ ഭൂകമ്പം നിമിത്തം അസ്ഥികളോട് വന്നു ചേർന്നു. അതിനുശേഷം അവയ്ക്കെല്ലാം ത്വക്ക് പിടിച്ചു, പിടിപ്പിച്ചു, അവനെല്ലാം ഞരമ്പുകൾ പിടിച്ചു, അവർക്കെല്ലാം മാംസം വന്നു. ഇന്ന് കിടക്കുന്നത് നിർജീവമായ ഒരു അവസ്ഥയിലല്ലേ. ദൈവത്തിന് സ്തോത്രം. ഒരു കാലഘട്ടത്തിൽ ചിതറിക്കിടന്ന് നിന്നെ പിടിച്ച് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് നിർജീവമായ അവസ്ഥയാണ് നീ കിടക്കുന്നെങ്കിൽ നിനക്കിന്ന് ചൈതന്യം വരുത്തുന്ന ഒരു ദിവസമാകുന്നു എന്ന വസ്തുത നാം ഓർത്തിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പലപ്പോഴും രോഗികളായിരിക്കുന്നവർ വിളിച്ച്, എനിക്ക് വയ്യ, നടക്കാൻ വയ്യ, എഴുന്നേൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, കിടന്നിട്ട് അങ്ങനെയാണ് അപ്പച്ച അല്ലെങ്കിൽ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ പ്രഭാതത്തിലും ഒരമ്മച്ചി ഇതുപോലെ ആയിരുന്നു. രാവിലെ കഴുതൊക്കെ നോക്കിയിട്ട് പറ്റുന്നില്ല, ക്ഷീണിച്ച് വല്ലാത്തൊരു അനുഭവം. തൻ്റെ ഭർത്താവ് വിളിച്ചു പറഞ്ഞു, അപ്പച്ച പ്രാർത്ഥിക്കണേ. തൻ്റെ മകൻ വന്നിട്ട് താൻ പറഞ്ഞു, അപ്പച്ച പ്രാർത്ഥിക്കണേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ആ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഒരു ചൈതന്യം വരുത്തുവാൻ ശക്തിയുള്ളതാ. ഏത് തളർവാദക്കാരനെയും പക്ഷവാതക്കാരനെയും മുടന്തനെയും ചെകിടനെയും ഊമനെയും ഒക്കെ സൗഖ്യമാക്കിയ ദൈവത്തിന്റെ ശക്തിയുടെ കരം അവരായിരിക്കുന്ന മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്നാ പറഞ്ഞത്. ഇവിടെ ജീവനില്ലാതെ കിടക്കുന്ന ഉണങ്ങിയ മൃതശരീരങ്ങളെ കണ്ടിട്ട് ചൈതന്യം വരത്തക്ക വിധത്തിൽ 4 കാറ്റുകളോട് പ്രവചിക്കുവാൻ ആവശ്യപ്പെട്ടു. 4 കാറ്റുകളോടും പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ അത് 4 ദിക്കിൽ നിന്നും വന്ന് ഇത് കടന്ന് ഈ നിഹിതന്മാരായിരിക്കുന്നവരുടെ മേൽ അടിച്ചു. അവരെല്ലാം ജീവനുള്ളവരായി ദൈവത്തിന് സ്തോത്രം എഴുന്നേറ്റ് നിന്നു, ഒരു വലിയ സൈന്യമായി തീർന്നു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മെ ചൈതന്യം വരുത്തുക മാത്രമല്ല, നമുക്ക് ജീവശ്വാസം തന്ന് നമ്മിലൂടെ അവൻ കാര്യങ്ങൾ ചെയ്യുവാൻ, നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നവനായ കർത്താവ് അവിടെ എഴുന്നേൽപ്പിക്കുന്നതായി കാണുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ നിജനം സൈന്യമായി തീർന്നവർ ദൈവത്തിന് സ്തോത്രം. അവർ ദൈവത്തെ
പ്പെടുത്തി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിരുന്നാലും, ഏത് പ്രയാസ മേഖലകളിലൂടെ കടന്നുപോയാലും അതിന് മാറ്റം വരുത്തി നിന്നിലൂടെ അത്ഭുതങ്ങളെ ചെയ്തെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്നുള്ള വസ്തുത ഈ രാത്രികാലം ആമേൻ ഓർത്തിരിക്കുക. വിഷയങ്ങളിൽ കർത്താവ് ഇടപെടും. നിർജീവമായിരിക്കും നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ, തലമുറകളെ, ആമേൻ ഭാവിയെ ആമേൻ ജീവനുറ്റതാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറുപടി കിട്ടിയില്ല, രക്ഷപ്പെടത്തില്ല, മറുപടിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏതൊരു വിഷയമായിരുന്നാലും ഈ രാത്രി മറുപടി തരുവാൻ എൻ്റെ കർത്താവ് ശക്തനായ അടുത്ത് വന്നിട്ടുണ്ട്. അവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ നാം ഒരുക്കമാണെങ്കിൽ ഇന്ന് രാത്രി അനുഗ്രഹം പ്രാപിച്ച് ചൈതന്യം പ്രാപിച്ചവരായി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിന്റെ ആക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുക. ചിന്തകൾ പലതുണ്ടെങ്കിലും അവിടെ കടന്നു പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കാണുവാൻ മനസ്സ് കാണിച്ച ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇനിയും ഇത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പലരും കേൾക്കുവാനും കാണുവാനും ഇടയാകും. അവരെല്ലാം അനുഗ്രഹിച്ച് ചൈതന്യം പ്രാപിക്കുവാൻ ഇടയാക്കണമേ. തങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളോ പ്രയാസങ്ങളോ കടന്നു വരുന്നുവോ അവരെല്ലാം ബലപ്പെടുത്തി ശക്തീകരിച്ചുകൊണ്ട് ദൈവകൃപയിൽ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം കൊണ്ട്, എഴുന്നേൽക്കാൻ കഴിയാതെ തളർന്നു കിടക്കുന്നവരെ ഇന്ന് രാത്രി ഈ വചനം കടന്നു ചെന്ന് അവരെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. സംസാരശേഷി നഷ്ടപ്പെട്ടവരെ സംസാരിപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. കൈ ഉയർത്തുവാൻ കഴിയാത്തവരുടെ കൈകളെ ഉയർത്തി അത് ചലിപ്പിക്കുന്ന രാത്രിയായി തീരട്ടെ. ആമേൻ. നടക്കുവാൻ കഴിയാതിരിക്കുന്നവരെ നടത്തുന്ന രാത്രിയായി മാറട്ടെ. സംസാരശേഷി നഷ്ടപ്പെട്ടവർക്ക് സംസാരശേഷി ലഭിക്കുന്ന രാത്രിയായി മാറട്ടെ. കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് അത് കിട്ടുന്ന രാത്രിയായി മാറട്ടെ. കാതുകൾക്ക് കേൾവി നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന രാത്രിയായി മാറട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി എൻ്റെ കർത്താവ് വെളിപ്പെടുത്തി അവരുടെ കാതുകളിൽ ആമേൻ കൊടിയൊരു മുഴക്കം കേൾക്കട്ടെ. അവരുടെ കണ്ണുകളിൽ വലിയൊരു കാറ്റ് അടിക്കട്ടെ. അവരുടെ നാവുകളിൽ അദർശമാർന്ന കരത്തിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. അവരുടെ ശിരസിന്മേൽ യഹോവയാം ദൈവത്തിന്റെ കരസ്പർശനം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം ഒരു വലിയ ആത്മചൈതന്യം ജനത്തിന്റെ മേൽ അയക്കേണ്ടതിനായി വിനയത്തോടെ പ്രാർത്ഥിക്കുന്ന അപ്പ, നീ അങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ കൂടിയിരിക്കട്ടെ. ദൈവത്തിന്റെ മക്കളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.